أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا. ربكم أعلم بكم إن يشأ يرحمكم أو إن يشأ يعذبكم وما أرسلناك عليهم وكيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 894 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 53-54 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا. ربكم أعلم بكم إن يشأ يرحمكم أو إن يشأ يعذبكم وما أرسلناك عليهم وكيلا. صدق الله العظيم. സൂറത്തുൽ ഇസ്രായിലെ 83-84 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പാരത്രിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അവിശ്വസനീയമായിട്ട് അവർ കരുതിയിരുന്ന ഒരു കാര്യമാണ് എല്ലാം തുരുമ്പുമായി മാറിയതിനു ശേഷം അവര് പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ, മറ്റൊരു സൃഷ്ടിയായി, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായി വീണ്ടും അവതരിപ്പിക്കപ്പെടുമോ എന്നതായിരുന്നു അവര് അവിശ്വാസത്തോടുകൂടി ചോദിക്കുകയുണ്ടായത്. മരിച്ച് മറമാടിയതിനു ശേഷം മനുഷ്യ ശരീരം എല്ലുകളും ദ്രവിച്ചുപോയ ശരീരാവശിഷ്ടങ്ങളും ഒക്കെയായിട്ട് മാറിയതിനു ശേഷം അവര് പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ എന്നതാണ് അവിശ്വാസത്തോടുകൂടി അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതിന് അല്ലാഹു നൽകിയ മറുപടി, നിങ്ങൾ എല്ലും തുരുമ്പും എന്നല്ല, കല്ലും ഇരുമ്പും തന്നെയായി എന്ന് വെക്കുക. എല്ലും തുരുമ്പും എന്ന സ്ഥാനത്ത് കല്ലും ഇരുമ്പും തന്നെയായി എന്ന് തന്നെ സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിനേക്കാളൊക്കെ അസാധ്യമെന്ന് തോന്നുന്ന വല്ലതുമൊക്കെ നിങ്ങളായി എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പല സംഗതികളുമായി പലതിന്റെ ഭാഗമായി ചേർന്നു മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷം എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ തീർച്ചയായിട്ടും അവൻ പുനരുജ്ജീവിപ്പിക്കും, തിരികെ കൊണ്ടുവരും. ഇതാണ് അവരോട് പറയുകയുണ്ടായത്. അതിന്റെ തുടർച്ചയായിട്ട് ആരാണത് ചെയ്യുക, ആരാണ് തിരികെ കൊണ്ടുവരിക, ആരാണ് ഇവരെ പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കപ്പെട്ടത്. അതിന് നൽകപ്പെട്ട മറുപടി, അല്ലദീ ഫതറക്കും അവ്വല മർറ, ഒന്നാമത്തെ തവണ തന്നെ നിങ്ങളെ ആരാണോ സൃഷ്ടിച്ച് ഉണ്ടാക്കിയത് അവൻ തന്നെയാണ് നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ തലകുലുക്കി അവര് തലയാട്ടിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുമെങ്കിലും അവർ അവിശ്വാസത്തോടു കൂടി വീണ്ടും ചോദിച്ചത് മത്താഹുവ, അത് എപ്പോഴുണ്ടാകും എന്നാണ്. അതിന് നൽകപ്പെട്ട മറുപടി, അടുത്തു തന്നെ അതുണ്ടായേക്കാം എന്നാണ്. അത് ഉണ്ടാവുമ്പോ
അള്ളാഹുവിന് എല്ലാവരെയും ഒന്ന് വിളിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. യൗമ യദൂക്കും, അവൻ നിങ്ങളെ വിളിക്കുമ്പോ ഫതസ്തജീബൂന ബിഹംദിഹി, സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നവരായിക്കൊണ്ട് നിങ്ങളൊക്കെ തന്നെ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വരും. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നിങ്ങൾ മരിച്ച അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നത് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക. ഒരുപക്ഷെ നൂറ്റാണ്ടുകള്, സഹസ്രാബ്ദങ്ങളൊക്കെ തന്നെ പിന്നിട്ടിട്ടുണ്ടാവും. അതിനുശേഷം പോലും അള്ളാഹുവിന്റെ ഒരു വിളി ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവന് വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പാഞ്ഞു വരും എന്നാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. അതുകൊണ്ട് അത്രയും തീർച്ചയായ, അത്രയും ദൃഢതയുള്ള, സംശയത്തിനൊരു തരിമ്പും അവസരമില്ലാത്ത ഒരു കാര്യമാണ് പാരത്രിക ജീവിതം. പുനരുദ്ധാരണം എന്ന് പറയുന്നത്, പുനർജീവിക്കപ്പെടുക എന്നത്, മരണത്തിന് ശേഷം വീണ്ടും ജീവൻ നൽകപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക എന്നത് ഇത്രയും ഉറപ്പുള്ള ദൃഢമായ ഒരു കാര്യമാണ് എന്നതാണ് ഇവിടെ ബോധ്യപ്പെടുത്തപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു സത്യവിശ്വാസികൾക്കായിട്ട് ചില ഉപദേശങ്ങൾ നൽകുന്നത് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ കാണാൻ സാധിക്കുക. വഖുൽ, പ്രവാചകരെ പറയുക, ലി ഇബാദി, എന്റെ അടിമകളോടായിട്ട്, എന്റെ ഇബാദിനോടായിട്ട് പ്രവാചകരെ താങ്കൾ പറയുക, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, അവർ ഏറ്റവും ഉത്കൃഷ്ടമായത് പറയട്ടെ. ഇവിടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധരായ കുറഞ്ഞ ആളുകളും മനുഷ്യരാശിയെ അള്ളാഹുവിന്റെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തില് ഈ പ്രബോധിത സമൂഹത്തിലെ ആളുകളുടെ പ്രതികരണത്തിന്റെയൊക്കെ രീതിയും കാഠിന്യവും ഒക്കെ കാരണമായിട്ട് ചിലരൊക്കെയെങ്കിലും അല്പം പരുഷമായിട്ടൊക്കെ പെരുമാറുകയോ അല്ലെങ്കിൽ പാരുഷ്യമുള്ള വിധത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രവണതകളും സാധ്യതകളും ഒക്കെ അതിന്റെ സൂചനകൾ പ്രകടമായിട്ടുണ്ടാവണം. അള്ളാഹു ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പ്രവാചകരെ താങ്കള് എന്റെ ഇബാദുകളോടായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഇബാദുകള് എന്നതില് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഒക്കെ പെടും ആ പദത്തിന്റെ പ്രയോഗം അനുസരിച്ച്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് സത്യവിശ്വാസികൾക്ക് ഒരു നിർദ്ദേശമായിട്ട് ഈ കാര്യം നൽകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഖുൽ ലിഇബാദി, പ്രവാചകരെ എന്റെ അടിയാറുകളോട്, എനിക്ക് വഴിപ്പെടാൻ കൂട്ടാക്കുന്ന എന്റെ അടിമകളോട്, എന്റെ ഇബാദിനോട് താങ്കൾ ഇങ്ങനെ പറയുക, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, അവർ ഏറ്റവും അഹ്സനായ, ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ പറയട്ടെ. അവരുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങള്, സത്യ സന്ദേശം ആളുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇടയിലൊക്കെ ഒരുപക്ഷെ വലിയ പ്രകോപനങ്ങളും എതിർപ്പും വലിയ വിധത്തിൽ ക്രോധമുളവാക്കുന്ന വിധത്തിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷെ അവര് ഈ ഒരു കാര്യം പിന്തുടരട്ടെ. യഖൂലുല്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായത്, ഉത്കൃഷ്ടമായത് പറയുന്നവരാകട്ടെ അവര്. ആളുകള് പ്രകോപനമുണ്ടാക്കുന്ന വിധത്തിലൊക്കെ സംസാരിച്ചെന്ന് വരും. ആളുകള് നിങ്ങളോട് പരുഷമായിട്ട് പ്രതികരിച്ചെന്ന് വരും. പക്ഷെ അതൊന്നും അവരെ സ്വാധീനിക്കരുത് എന്നാണ് പറയുന്നത്. അവര് പറയേണ്ടത് അല്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും ഉത്കൃഷ്ടമായത്, ഏറ്റവും നല്ലതായത്, ഏറ്റവും ഇഹ്സാൻ നിറഞ്ഞത് ഏതാണോ അതാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. എന്നിട്ട് ഇന്ന ശൈത്വാന യൻസഖു ബൈനഹും, നിശ്ചയമായിട്ടും പിശാച് അവർക്കിടയിൽ
കലഹമുണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവരെ പരസ്പരം തെറ്റിക്കാൻ, അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പിശാച്. ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, പിശാച് തീർച്ചയായിട്ടും അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കും. അപ്പൊ കുഴപ്പമുണ്ടാക്കാൻ ഒരു പഴുത് എവിടെയാണ് ഉള്ളത് എന്നത് നോക്കി നിൽക്കുകയാണ് പിശാച്. അതുകൊണ്ട് ഈ അല്ലത്തീഹിയ അഹ്സൻ എന്ന വിധത്തിലുള്ള കൗല് അല്ലാത്ത മറ്റൊന്നിലേക്കും നിങ്ങൾ ആരും പോകരുത്. ചണ്ട കൂടാൻ അവസരം ഉണ്ടാകുന്ന, പ്രകോപനം ഉണ്ടാക്കുന്ന വിധത്തില്, അല്ലെങ്കിൽ പാരുഷ്യം കലർന്ന വിധത്തില്, ശത്രുത പ്രകടമാകുന്ന വിധത്തിലൊന്നും നിങ്ങൾ കാര്യങ്ങൾ സംവദിക്കുമ്പോൾ അവരോട് നിങ്ങൾ പങ്കുവെക്കരുത്. ആ വിധത്തിലല്ല വേണ്ടത്. ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ആകർഷകമായ, ഹൃദയങ്ങളെ വശീകരിക്കാൻ കഴിയുന്ന വിധത്തില് നിങ്ങൾ അവരോട് സംസാരിക്കണം. കാരണം ഇന്ന ശൈത്വാന് യൻസഗു ബൈനഹും, പിശാച് നിശ്ചയമായിട്ടും അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. കുഴപ്പമുണ്ടാക്കാൻ, അവർക്കിടയിൽ ശണ്ടയും അതുപോലെ അസ്വാരസ്യവും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും പിശാച്. അതിനുള്ള പഴുത് തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന ശൈത്വാന് കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, നിശ്ചയമായിട്ടും പിശാച്, ശൈത്വാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷ ശത്രു തന്നെയാണ്. അപ്പോ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവായ പിശാച് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ സംഭാഷണത്തിനും ആ ആശയവിനിമയത്തിനും ഇടയിൽ പോലും അവർക്കിടയിൽ ശണ്ടയുണ്ടാക്കാനുള്ള ഒരു അവസരം പിശാച് കണ്ടെത്താൻ ശ്രമിക്കും. ഇതിനാണ് എപ്പോഴും കാവലുണ്ടാവേണ്ടത്, ശ്രദ്ധയുണ്ടാവേണ്ടത് എന്ന് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളോട് പറയണം, അവര് യഖൂലു ലത്തീ ഹിയ അഹ്സൻ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും നല്ല, ഏറ്റവും ഹൃദയങ്ങളെ വശീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല സംസാരത്തിൽ അവർ ഏർപ്പെടണം. എന്തെങ്കിലുമൊക്കെ ഈ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമൊക്കെ നൽകുകയാണെങ്കിൽ അതൊന്നും നിങ്ങൾ അങ്ങ് മുഖവിലേക്ക് എടുത്ത് പ്രകോപിതരാവരുത്. കാരണം ഒരാള് അവസരം പാർത്ത് കഴിയുന്നുണ്ട് നിങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കും അവരുടെ പ്രബോധിത സമൂഹത്തിനും ഇടയിൽ ഒരു ഭിന്നതയും ശത്രുതയും പകയും ഒക്കെ, അല്ലെ വിദ്വേഷത്തിന്റെ അഗ്നി ആളിക്കത്തിക്കാൻ വേണ്ടി ഒരുങ്ങി അവസരം പാർത്ത് കഴിയുകയാണ് പിശാച്. അതിന്റെ കാരണം ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന എന്നതാണ്. വ്യക്തമായിട്ടും പ്രത്യക്ഷ ശത്രുവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാച്. പിശാചിന് നിങ്ങളോട് യാതൊരു അനുകമ്പയില്ല, നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഗുണകാംക്ഷയില്ല. നിങ്ങൾ ഏതെങ്കിലും വിധത്തില് നല്ല നിലക്ക് പോകട്ടെ എന്നൊന്നും കരുതാനുള്ള നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഗുണകാംക്ഷയും ഉള്ളവനല്ല പിശാച്. അതുകൊണ്ട് പിശാചിന് കയറി പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തില് നിങ്ങൾ ഇടമുണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ സംസാരത്തില് ഏറ്റവും ഉത്കൃഷ്ടമായ, നിങ്ങളുടെ ഏറ്റവും നല്ല ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള, അതിന് യോജിച്ച, അതിനുതകുന്ന വിധത്തിലുള്ള സംസാരമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. പിശാചിന് കയറി കളിക്കാൻ അവസരം കൊടുക്കുന്ന വിധത്തില് നിങ്ങൾ ഒരു നിലക്കും സംസാരിക്കരുത്. കാരണം പിശാച് അവസരം നോക്കി നിൽക്കുന്നവനാണ്. അതിന്റെ കാരണം പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നതാണ്. ഈ മുന്നറിയിപ്പ്, ഈ താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആദ്യത്തെ പിശാചുമായുള്ള കൺഫ്രണ്ടേഷൻ നടന്ന ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് തന്നെ താക്കീതായിട്ട് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആദം അലൈഹിസ്സലാം ജന്നത്തില് ആയിരുന്നപ്പോ തന്നെ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, അവൻ അവസരം നോക്കി നിൽക്കുകയാണ് നിങ്ങളെ ചതിയിലകപ്പെടുത്താൻ എന്ന കാര്യം അള്ളാഹു മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിശാച് നിങ്ങളെ
പരസ്പരം കുഴപ്പം ഉണ്ടാക്കുന്നവരായി അല്ലെങ്കിൽ പരസ്പരം ഇടയുന്നവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള അവസരം നോക്കി നിൽക്കുകയാണ്. അവന് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിന് കയറി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരിടം നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ചരിത്രപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായതായോ ഒന്നും തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്ന ശൈലിയിൽ പിശാചിന് ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതായിട്ടൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെയൊന്നും രേഖപ്പെടുത്തപ്പെട്ട യാതൊരു സ്രോതസ്സിലും ഇല്ല. ഇത് സത്യവിശ്വാസികൾക്ക് അവര് പിന്തുടരേണ്ട ഒരു കോഡ് ഓഫ് കോണ്ടക്ട് പഠിപ്പിക്കുകയാണ്. ഒരവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ ചില കാര്യങ്ങൾ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന കൂട്ടരാണ്. നിങ്ങൾക്ക് നിർവഹിക്കാൻ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കേണ്ട ലക്ഷ്യം പ്രാപിക്കാൻ ആ ലക്ഷ്യത്തിനെ അപകടപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റമോ സംസാരമോ രീതിയോ ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം അവസരം കാത്തു നിൽക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവായിട്ട് തന്നെ ഉണ്ട്. അവന് അവസരം പാർത്ത് കഴിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ലക്ഷ്യത്തെ അപകടപ്പെടുത്തുന്ന, ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് തടസ്സമായി മാറുന്ന വിധത്തിലുള്ള അനൈക്യവും ശണ്ടയും പരസ്പരമുള്ള വിദ്വേഷവും ഒക്കെ ജനിപ്പിക്കുന്ന വിധത്തില് നിങ്ങൾ സംസാരത്തിൽ ഏർപ്പെടരുത്. ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിലുള്ള ഒരു സമീപനമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്നത് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് എന്നുള്ള നിലക്ക്, പാലിക്കപ്പെടേണ്ട ഒരു സ്വഭാവ മര്യാദ എന്നുള്ള നിലക്ക് സത്യവിശ്വാസികളുടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് എങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ ഇബാദത്തുകളായി ഇവിടെ അള്ളാഹു പ്രത്യേകം പരാമർശിക്കുന്ന സത്യവിശ്വാസികളുടെ സമൂഹത്തെ തന്നെയാണ് എന്ന് കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് റബ്ബുക്കും അഅലമു ബിക്കും, റബ്ബുക്കും അഅലമു ബിക്കും ഇൻ യശ യർഹമുക്കും ഔ ഇൻ യശ യുഅദ്ദിബുക്കും. ഏറ്റവും നന്നായിട്ട് നിങ്ങളെ അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥൻ നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഈ യശ യർഹമുക്കും, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് കരുണ ചെയ്യും. ഔ ഇൻ യശ യുഅദ്ദിബുക്കും, അതല്ല അവൻ ഉദ്ദേശിക്കുന്നത് മറിച്ചാണെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിച്ചെന്നും വരും. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സംഭാഷണം സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് സത്യനിഷേധികളോട് ഉണ്ടായപ്പോ ചില പിടുത്തം വിട്ട സംസാരം ഉണ്ടായി പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ നിഷേധം കാരണമായിട്ട്, കുഫ്ർ കാരണമായിട്ട് നിങ്ങൾ നരകത്ത് പോകുന്നവരാണ് എന്നോ, അല്ലെങ്കിൽ സത്യവിശ്വാസികൾ അവരെ പരാമർശിച്ചുകൊണ്ട് അവര് സ്വർഗാവകാശികളാകാൻ പോകുന്നവരാണ് എന്നോ ഒക്കെയുള്ള വിധത്തില് ഒരു സംസാരം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അവരോട് സംവദിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും നിങ്ങൾക്കറിയാത്ത അദൃശ്യമായ പല കാര്യങ്ങളും അടങ്ങിയ വിധത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഔട്ട്റൈറ്റ് ആയിട്ട് അങ്ങ് പ്രസ്താവനകൾ ഇറക്കി കളയരുത്. കാരണം നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവൻ, അത് ലാഹിറായ കാര്യങ്ങളായാലും ബാത്തിനായ കാര്യങ്ങളായാലും നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ സകല കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ വേറൊരു കൂട്ടരെ പറ്റി അവര് നരകത്തിൽ പോകുന്നവരാണ് എന്നൊക്കെയുള്ള വിധത്തില് ഉള്ള ഒരു സംസാരം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ എന്താണ് എന്നത്, നിങ്ങളുടെ ഉള്ളുകള്ളികള്, നിങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ അവസ്ഥകള്, നിങ്ങളുടെ ലാഹിറും ബാത്തിനുമായ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ കയറി പ്രസ്താവന നടത്തുന്നവരാകരുത്. റബ്ബുക്കും അഅലമു ബിക്കും, നിങ്ങളുടെ റബ്ബാണ് നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവൻ. ഈ യർഹമുക്കും, അവൻ ഒരു പക്ഷേ നിങ്ങളോട് കരുണ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അങ്ങനെ ചെയ്തെന്ന് വരും.
നിങ്ങൾക്ക് അവൻ മർഹമത്ത് നൽകിയെന്ന് വരും. ഔ ഈ യശ യുഅദിബുക്കും, അതല്ലെങ്കിൽ അവൻ ന്യായമായ കാരണത്തിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷിച്ചെന്നും വരും. ഇത് നിങ്ങളെക്കുറിച്ചുള്ള അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൊള്ളുന്നില്ല. ഒരാള് ബാഹ്യമായും ആന്തരികമായിട്ടും ഒക്കെ തികഞ്ഞവനാണോ അല്ലേ, അയാൾ സ്വർഗത്തിൽ പോവേണ്ടവനാണോ അല്ലേ എന്നൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായതും പരസ്യമായതും ഒക്കെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്നതിനാൽ അവൻ തീരുമാനിക്കും നിങ്ങൾക്ക് കരുണ നൽകണോ അതല്ല നിങ്ങൾക്ക് അദാബ് നൽകണോ എന്ന കാര്യം അവനാണ് തീരുമാനിക്കുക. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നിങ്ങൾ ധൃതിപ്പെട്ട് ചാടിപ്പുറപ്പെട്ട് കോപം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ ക്യുക്കായിട്ട് വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടൊന്നും നിങ്ങളൊന്നും പറയാൻ മുതിരരുത്. കാരണം നിങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നിങ്ങളുടെ റബ്ബാണ്. നിങ്ങൾ കാരുണ്യം അർഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ മർഹമത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ശിക്ഷ അർഹിക്കുന്നവരാണെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിച്ചെന്നും വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു എക്സ്ട്രീം നിലപാട് എടുത്തുകൊണ്ട് നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ അങ്ങനെ അങ്ങ് പറഞ്ഞു കളയരുത് എന്നൊരു സൂചന ഇതിൽ അടങ്ങിയിട്ടുള്ളത് കാണാൻ കഴിയും. വമാ അർസൽനാക അലൈഹിം വകീല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന, പ്രവാചകരെ, താങ്കളെ ഉത്തരവാദിത്വം ഏൽക്കുന്നവനായിട്ട് നാം അയച്ചിട്ടില്ല. താങ്കളെ കൂടെ കൂടിയവരുടെ കാര്യത്തിലോ അല്ലാത്തവരുടെ കാര്യത്തിലോ അവരുടെ ഹിസാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്വം അങ്ങ് ചുമലേറ്റുകൊണ്ട് പാപഭാരങ്ങള് സ്വയം ഏറ്റ് അത് ഇല്ലാതാക്കുന്ന ഒരു ഉത്തരവാദിത്വമൊന്നും താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. യേശുവിനെ കുറിച്ച് പലപ്പോഴും ക്രൈസ്തവര് പറയാറുള്ള ഒരു കാര്യം, മനുഷ്യരാശിയുടെ പാപഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശിലേറിയെന്നാണ്. അങ്ങനെ ഒരാളും മറ്റൊരാളുടെ പാപം ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടിയില്ല. പ്രവാചകനോട് അള്ളാഹു ഇവിടെ പറയുന്നത്, താങ്കളെ ഇവരുടെ ചുമതലക്കാരനായിട്ട് ഇവരുടെ പാപങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന അല്ലെങ്കിൽ കഴുകിക്കളഞ്ഞ് അവരെ ശുദ്ധിയാക്കി സ്വർഗത്തിലേക്ക് അങ്ങ് കയറ്റിവിടുന്ന ചുമതലക്കാരനായിട്ട് താങ്കളെ നിയോഗിച്ചിട്ടില്ല. താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് ഹെക്കായിട്ട് ഇവരെ ബോധ്യപ്പെടുത്താനും ബാത്തിലായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ട വിധത്തില് കാര്യങ്ങള് വിശദമാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ്. അല്ലാതെ അവരിൽ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോവേണ്ടവരാണ് അത് ഉറപ്പുവരുത്തുക, അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള പിഴവുകളും പാപങ്ങളും ഒക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കി അവരെ സ്വർഗലബ്ധിക്ക് അർഹരായ ആളുകളാക്കി മാറ്റുക എന്ന വക്കാലത്തൊന്നും താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. വമാ അർസൽനാക അലൈഹിം വക്കീല എന്നാണ് ഇവിടെ പറയുന്നത്. താങ്കളെ വക്കീലായിട്ട് ഇവരുടെ കാര്യത്തിൽ ചുമതലക്കാരനായിട്ട് നാം നിശ്ചയിച്ച് അയച്ചിട്ടില്ല. അവരുടെ കാര്യത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവദൂതനായിട്ടാണ് താങ്കളെ നിയോഗിച്ച് അയച്ചിട്ടുള്ളത്. പിന്നീട് അവര് അള്ളാഹുവിന്റെ മർഹമത്തിന് അർഹരാകണോ അതല്ല അള്ളാഹിന്റെ അദാബിന് അർഹരാകണോ എന്നതൊക്കെ അവരുടെ പ്രതികരണങ്ങൾ അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. സത്യവിശ്വാസികളുടെ സംഘത്തിൽ പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ലേബൽ കൊണ്ടു നടക്കാൻ പറ്റുന്നവരായതുകൊണ്ട് അള്ളാഹുവിന്റെ മർഹമത്തിന് അർഹരാകുന്നു എന്ന് പറയാൻ സാധ്യമല്ല. അല്ലെങ്കിൽ മറുപക്ഷത്തായി എന്നതിന്റെ പേരിൽ അവർ അള്ളാഹിന്റെ അദാബ് ഏറ്റുവാങ്ങേണ്ടി വരുന്നവനാണ് എന്നും ആരും ഉറപ്പിച്ചു പറയണ്ട. കാരണം മറുപക്ഷത്തുള്ള എത്രയോ ആളുകൾക്ക് അള്ളാഹു പിന്നീട് സന്മാർഗ ലബ്ധിക്ക് അവസരം ഉണ്ടാക്കുകയും അവര് സ്വർഗാവകാശികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. പലരുടെയും കാര്യത്തില് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകുന്ന വിധത്തില് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരവസ്ഥയും ഉണ്ടാകാം. അപ്പൊ ഈ കാരണങ്ങളാലൊക്കെ അപ്പുറത്തുള്ളവരൊക്കെ നരകത്തിലാണ്, ഇപ്പുറത്തുള്ളവർക്ക് സ്വർഗത്തിലാണ് എന്നൊന്നും ആരും പറയാൻ മുതിരരുത്. നിങ്ങളുടെ സംഘം, നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ ഈ സമൂഹം ഇവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് നൽകപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദൂതനോട് അള്ളാഹു പറയുന്നത്,
വമാ അർസൽനാക അലൈഹിം വക്കീല. ഇവരുടെ കാര്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള അള്ളാഹുവിന്റെ ഇബാദിന്റെ കാര്യത്തില് പോലും അദ്ദേഹത്തെ വക്കീലായിട്ട്, ചുമതല ഏൽക്കേണ്ടവനായിട്ട് അള്ളാഹു അയച്ചിട്ടില്ല എന്നാണ്. കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, എന്നിട്ട് അവര് അള്ളാഹുവിന്റെ മർഹമത്തിന് അർഹരാവണോ അതല്ല അദാബിന് അർഹരാവണോ എന്നതൊക്കെ അവരുടെ നിലപാടുകളും ചെയ്തികളും അതുപോലെ പ്രതികരണങ്ങളും ഒക്കെ അനുസരിച്ചാണ് പിന്നീട് തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് സംഘടിത സമൂഹങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും തന്നെ തങ്ങളുടെ സംഘടനയിലെ ആളുകൾ ആ കാരണത്താൽ സ്വർഗാവകാശികളാകും, അവർക്ക് നരകം നിഷിദ്ധമാകും എന്നൊന്നും ആരും പറയാൻ മുതിരരുത്. അതൊക്കെ ബനു ഇസ്രായേലിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതായിരുന്നു. അവരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നഹ്നു അബ്നാ ഉള്ള വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അവന് പ്രിയപ്പെട്ടവരാണ്. ലൻ തമസ്സനന്നാറു, നരകം ഞങ്ങളെ സ്പർശിക്കുകയേയില്ല. ഇനി അഥവാ നരകത്തിൽ പോകേണ്ടി വരികയാണെങ്കിൽ ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളല്ലാതെ നരകത്തിൽ ഞങ്ങൾക്ക് കഴിയേണ്ടി വരില്ല എന്നൊക്കെയുള്ള വിധത്തിലുള്ള സാമുദായികവാദം അത് യഹൂദര് നടപ്പിലാക്കിയിരുന്ന അവരുടെ ഒരു ശീലവും രീതിയും ഒക്കെ ആയിരുന്നു. അതിനൊന്നും യാതൊരു അടിത്തറയില്ല. സത്യവിശ്വാസികൾ അങ്ങനെയുള്ള വലിയ പ്രസ്താവനകൾ നടത്താനൊന്നും മുതിരരുത്. നല്ല കാര്യങ്ങള്, അല്ലത്തിഹിയ അഹ്സനായ കാര്യങ്ങള് പങ്കുവെക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ മർഹമത്തിന് അർഹരാകാൻ വേണ്ട പ്രയത്നങ്ങൾ ചെയ്യുക. അള്ളാഹുവാണ് നിങ്ങൾ ഓരോരുത്തരെയും നന്നായിട്ട് അറിയുന്നവൻ. ആർക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനുള്ള അർഹതയുള്ളത്, ആരാണ് അള്ളാഹുവിന്റെ അഴാബ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നതൊക്കെ കൃത്യമായിട്ട് തീരുമാനിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവനാണ് അതിന് വേണ്ട ജ്ഞാനമുള്ളത് എന്നാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ ആ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷന് നമുക്ക് വിരാമമിടാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു ചോദ്യം SK എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. തലമുടിയുടെ വളർച്ചയും അങ്ങനെയാണ് കാണേണ്ടത്. അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോ തലമുടിയുടെ അതുപോലെ നഖത്തിന്റെ ഒക്കെ വളർച്ച ഉണ്ടാവുന്നത് എന്തിനു വേണ്ടി എന്നായിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നത്. അവിടെ സൂചിപ്പിക്കപ്പെട്ടിരുന്ന കാര്യം എങ്ങനെ അത് സംഭവിക്കുന്നു എന്നതാണ്. ഒരു ആസൂത്രണവും ഇല്ലാതെ അത്തരം സംഗതികൾ ആകസ്മികമായിട്ട് സംഭവിക്കില്ല എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. മുടിയുടെ കാര്യത്തിലായാലും നഖത്തിന്റെ കാര്യത്തിലായാലും മനുഷ്യ ശരീരത്തിന്റെ ഓരോ കോശങ്ങളുടെ പ്രവർത്തന കാര്യത്തിൽ പോലും കൃത്യമായ ആസൂത്രണം ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ് ഇതൊക്കെ എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഇതര മതസ്ഥർ ഓടി രക്ഷപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ കുടിയേറുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചാൽ ഇന്ത്യയിൽ പ്രശ്നമില്ല എന്ന് അറിയാം എന്നാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ SK എന്നുള്ള പ്രൊഫൈലില് ഇത് ചോദ്യം അയച്ചിട്ടുള്ള ആള് ഒരുപാട് ക്ഷീണിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അയാൾക്ക് സമകാലിക ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും RSSO അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആളുകളോ പറയുന്നതല്ലാത്ത യാതൊന്നും അറിയില്ല എന്ന് വേണ്ടി വരും സങ്കല്പിക്കാൻ. ഈ രാജ്യത്ത് ഇതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുന്ന ഒരുപാട് പത്രങ്ങളും അതുപോലെ പുസ്തകങ്ങളും വെബ്സൈറ്റുകളും ഒക്കെ ലഭ്യമാണ്. അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്രത്തോളം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, എത്രത്തോളം പേര് അവര് തുറുങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന അവരുടെ ആരാധനാലയങ്ങൾ എത്രത്തോളം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നുണ്ട്, ഏകപക്ഷീയമായ കോടതി വിധികൾ ഇവിടെ മുസ്ലിം വിരുദ്ധമായ വിധത്തിൽ എത്രത്തോളം നടക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വലിയ ഒരു ജനസംഖ്യ തന്നെ ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ മുസ്ലിം സാഹചര്യങ്ങളിൽ വലിയ പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്നതും
അവസരങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നതും, അതുപോലെ സമീപകാലം വരെ ഫിസിക്കലായിട്ട് ടോർച്ചർ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതും, പശുവിന്റെ പേരിലും മാംസത്തിന്റെ പേരിലും കന്നുകാലികളെ കൊണ്ടുപോകുന്നതിന്റെ പേരിലൊക്കെ ആയിട്ട് തല്ലിക്കൊല്ലപ്പെട്ടവരുടെയൊക്കെ എണ്ണം, അതുപോലെ പോലീസ് ഏറ്റുമുട്ടല്, സൈന്യം ഏറ്റുമുട്ടിക്കൊണ്ട് ഒക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ്ണം ഒക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു പഠിച്ച് മനസ്സിലാക്കുക. ഈ RSS സ്രോതസ്സിലോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ജിപ്പോകളിലോ ഉള്ള കാര്യങ്ങള് അതേപടി വിഴുങ്ങുക എന്നൊരു സമീപനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വസ്തുത മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് മാത്രം അതിനെക്കുറിച്ച് പറയുകയാണ്. മറ്റൊന്ന്, പ്രപഞ്ച വിസ്മയങ്ങളുടെ എല്ലാത്തിനും പിന്നിൽ അള്ളാഹുവാണ് എന്ന വാദം ആർക്കും ഏത് ദൈവത്തിന്റെ പേരിലും മുഴക്കാവുന്ന യാതൊരു തെളിവും ഇല്ലാത്ത അവകാശവാദമാണ് എന്നതാണ്. തീർച്ചയായിട്ടും SK എന്ന ആൾക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ദൈവം ഇങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു, അത് അറബി ഭാഷയിൽ അള്ളാഹു എന്നും ഹീബ്രുവില് യഹോവ എന്നും അതുപോലെ ഉള്ള വ്യത്യസ്ത പേരുകളൊക്കെ ആയിരിക്കാം. പക്ഷെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ ഇങ്ങനെ ഒരു അവകാശവാദം ഇന്ന് വരെ ഉന്നയിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇത് അങ്ങനെ ലാഘവത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന് അല്ല, അങ്ങനെ പറയുന്നില്ല എന്നതാണ്. അപ്പൊ ഞാനല്ല പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുന്നില്ലല്ലോ. എന്നെ പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യരും ആൾദൈവങ്ങളും ഒക്കെ ഇവിടെ പലരും ഉണ്ടല്ലോ. അവരാരും അവകാശപ്പെടുന്നില്ല ഈ പ്രപഞ്ചത്തെ അവരാണ് സൃഷ്ടിച്ചത് എന്നുള്ളത്. അപ്പോ അത് അവകാശപ്പെടാത്തത് കൊണ്ട് അങ്ങനെയാണ് എന്നല്ല. ഇവിടെ പോസിറ്റീവായിട്ട് മനുഷ്യ സൃഷ്ടിപ്പ് മുതല് മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒരു ലൈൻ ഓഫ് തോട്ട് ഇവിടെ ഉണ്ട്. അത് പ്രവാചകന്മാർ മുഖേന സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ ഉടമയായി, അതിന്റെ സൃഷ്ടാവായി, അതിന്റെ നിയന്ത്രകനും പരിപാലകനും ഒക്കെയായിട്ട് ഒരേ ഒരു ശക്തിയാണ് ഞാനാണ് ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവകാശപ്പെടുന്നത് എന്നതാണ് വസ്തുത. വ്യത്യസ്ത ഭാഷാ സംസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ അള്ളാഹു എന്ന പേര് ഉപയോഗിച്ചോളന്നില്ല എന്നേ ഉള്ളൂ. വ്യത്യസ്തമായ പേരുകളാണ്. അങ്ങനെ അള്ളാഹു എന്ന പേര് തന്നെ ഉള്ളൂ എന്ന് ആർക്കും അവകാശവാദമില്ല. ഖുർആൻ പറയുന്നത് ലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന എന്നാണ്. അള്ളാഹുവിനുള്ളതാണ് എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും എന്നാണ്. എല്ലാ നല്ല പേരുകളും അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് വ്യത്യസ്ത ഭാഷകളിലും വ്യത്യസ്ത പേരുകളിലും ഒക്കെ അത് ഉണ്ടാവാം. പക്ഷേ അതൊക്കെയും തന്നെ പ്രപഞ്ച സൃഷ്ടാവായ പരമേശ്വരൻ ആയ ഏകനായ റബ്ബ് ആണ് ഈ കാര്യം അവകാശപ്പെടുന്നത് എന്നതാണ്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് നമുക്ക് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മതിയല്ലോ. ഈ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്നത് നമ്മൾ ബാക്കിയുള്ളവരൊന്ന് പരിശോധിച്ചു നോക്കൂ. ദൈവമായിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ആരെങ്കിലും പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ യോഗ്യനായ ആളായിരുന്നോ എന്നതൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പം മനസ്സിലാവും. മനുഷ്യർ ആരാധിക്കുന്ന, മനുഷ്യരെ പൂജിക്കുന്ന വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ ആയിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടല്ലോ. അവരാരെങ്കിലും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇനി അവകാശപ്പെട്ടാൽ തന്നെ അതിൽ വല്ല കഴമ്പും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോ അക്കാര്യം അവിടെ അവസാനിക്കുന്നു. മറ്റൊന്ന്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇതര മതസ്ഥർ ഇന്നും പലായനം ചെയ്യുന്നത് ഇസ്ലാമിന്റെ മതവിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന സമീപനം മൂലമാണ്. ഈ തെളിവ് പോരെ മുൻകാലത്ത് നടന്ന അതിക്രമങ്ങൾക്കുള്ള സാധ്യതയുടെ തെളിവായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ സ്വയം ഇങ്ങനെ മറ്റുള്ളവരെ നിർബന്ധിച്ച് പരിവർത്തനം ചെയ്യിക്കുന്നതിന് സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എങ്കിൽ ഒരുപക്ഷെ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾ അങ്ങനെ ബാക്കിയുള്ളവരുടെ പേരിൽ ആക്ഷേപിക്കുന്ന ഒരു രീതിയായി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പലതും കണ്ടിട്ടുണ്ടല്ലോ. സംജോത എക്സ്പ്രസിന് തീ കൊടുത്തുകൊണ്ട് അത് വേറുള്ളവരുടെ പേരിൽ ആരോപിക്കുകയും എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് ആരോപണം ഉന്നയിച്ച വിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് അത് കത്തിച്ചത് എന്നതൊക്കെ വെളിപ്പെട്ടു വന്നതും ഒക്കെയാണല്ലോ. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അതിന്
ആർക്കും തടസ്സം നിൽക്കാനൊന്നും പറ്റൂല. പാകിസ്ഥാനിനും അഫ്ഗാനിസ്ഥാനിനും ഇറാനിനും ഒക്കെ ആയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കും. പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ അവിടെ ജീവിത സാഹചര്യങ്ങള് പ്രയാസകരമായി മാറുമ്പോഴും ഉണ്ടായിരുന്നു വരും. അതല്ലാതെ ഇസ്ലാമിലേക്ക് വരാൻ ആരെയെങ്കിലും നിർബന്ധിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ മുമ്പൊരിക്കലും നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന അഭിപ്രായമുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവരെ ഒന്ന് എന്റെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് ഒരു പുറത്തേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്തോളാം. അത്രയാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ കപ്പലില് താല്പര്യമില്ലാത്ത ആരും കയറി നിൽക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരും അനുവർത്തിച്ച ഒരു നയം അതാണ്. അതുകൊണ്ട് ആരെങ്കിലും കണ്ണുരുട്ടിയോ പേടിപ്പിച്ചോ അങ്ങനെ ഇസ്ലാം ആക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. മുമ്പൊരിക്കല് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, സാർ അത്യാവശ്യം വിദ്യാഭ്യാസവും അത് യോഗ്യതയൊക്കെ ഉള്ള ആളാണല്ലോ, ഞാനൊരു 3-4 മണിക്കൂർ നേരം ഇസ്ലാം എന്താണെന്നൊക്കെ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ അങ്ങ് നിർബന്ധിക്കാം, സാർ ഇസ്ലാം ആവൂ. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് സാർ ഇസ്ലാം ആവുമെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാവരും ആയിന്ന് വരും. ഇനി ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മൂക്ക് താഴേക്ക് നീണ്ടു കിടക്കുന്ന ആളുകളാണ് ബാക്കി മനുഷ്യരും. ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടൊന്നും ഒരാളും ഒരു മതത്തിന്റെയും ഒരു വിശ്വാസത്തിന്റെയും ആള് ആകാൻ പോകുന്നില്ല. തൽക്കാലം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പിടിച്ച് കെട്ടിയിടാൻ പറ്റുന്നേ ഉള്ളൂ. അത് അവസരം കിട്ടുമ്പോൾ, കണ്ണ് തുറക്കുമ്പോൾ, ബോധം ഉണ്ടാവുമ്പോൾ അത് ഇട്ടേച്ച് അവര് പോവുകയും ചെയ്യും. അത് ഇസ്ലാമിലേക്ക് എന്നല്ല, ഏത് സംഗതിയിലേക്കും നിർബന്ധിച്ച് ആരെങ്കിലും ചേർത്താല് ആ നിർബന്ധിതാവസ്ഥ അങ്ങ് നീങ്ങുമ്പോ അവരെ ഇട്ടേച്ച് പോകും. അതാണല്ലോ സംഗതി. അപ്പോ അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിയും കഴിവൊക്കെ ഉപയോഗിച്ച് അന്വേഷിച്ച് കണ്ടെത്തുക. പിന്നെ മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് എഴുത്തും വായനയും പ്രാധാന്യമുള്ളതായിരുന്നില്ല. ഖുർആൻ പോലും കുത്തും വരയും ഇല്ലാത്ത അന്നത്തെ അറബിയിൽ വ്യക്തമായി എഴുതാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. എഴുത്തും വായനയും സാർവത്രികമായി നടപ്പാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പ്രയോഗത്തിൽ വന്നിരുന്ന ഒരു കാലമായിരുന്നില്ല എന്നത് ശരിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ എഴുത്തും വായനയും അറിയുമായിരുന്നില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളിൽ പലർക്കും അറിയുമായിരുന്നില്ല. പക്ഷേ ലിറ്ററസി മിഷൻ വളരെ വ്യാപകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് അക്ഷരജ്ഞാനം ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതാണ് ശരി. ഇവിടെ ആ വിഷയം ഉന്നയിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ ഒരു വ്യക്തി എന്ന ഒരു സ്റ്റേറ്റസിലിരിക്കെ ലോക നാഗരിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ ഈ ഖുർആൻ എന്ന പ്രതിഭാസം അദ്ദേഹത്തിന് സ്വയം രചിച്ചുണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രികളും ഒക്കെ ധാരാളം എടുത്ത ആളുകൾക്ക് പോലും ഈ ഖുർആന് സമാനമായ ഒരു 10 ആയത്ത് പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടാണോ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നില്ലാത്ത ഒരു മനുഷ്യന് ഈ അതിവിസ്മയകരമായ ഗ്രന്ഥം സ്വന്തം ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നതാണ് ഞാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന വിഷയം എന്ന് തോന്നുന്നു. എന്തായാലും അറബി എഴുതുന്നതില് ഈ കുത്തും വരയും ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ്. അനറബികൾക്ക് ആവശ്യമായി വന്ന ഘട്ടത്തിലാണ് അതുണ്ടാവുന്നത്. അറബി വ്യാകരണം മനസ്സിൽ സ്വമേധയാ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വരയും കുത്തും ഒന്നും ഇല്ലെങ്കിലും ഈ ഹറക്കാത്തുകൾ ഇല്ലെങ്കിലും വായിക്കാനും അർത്ഥം ഉൾക്കൊള്ളാനും സാധിക്കും. എന്നാൽ അറബി വ്യാകരണം മനോഘടനയുടെ ഭാഗമായിട്ട് എന്റെ മനസ്സിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ആളുകളെ കാര്യത്തില് ആ അറബിയിലെ ഒരു വാചകം വായിക്കണമെങ്കിൽ അതില് ഹറക്കാത്തുകൾ കൊടുത്താലേ വായിക്കാൻ പറ്റുള്ളൂ. വ്യാകരണം അറിയുന്നവർക്ക് ഹറക്കാത്തുകൾ ഇല്ലെങ്കിൽ തന്നെ വായിക്കാൻ പറ്റും. ഖുർആന്റെ അവതരണത്തോടുകൂടി അറബി ഭാഷ മറ്റു പല സമൂഹങ്ങളിലേക്കും ഈ ഖുർആൻ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നീങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ലിപി പരിഷ്കരണം നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന അന്നത്തെ ഒരു ഭരണാധികാരിയുടെ കാലത്താണ് നടപ്പിലാക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ആവശ്യം ആയി വന്ന ഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു പരിഷ്കരണമാണ് എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഖുർആന്റെ രചനയിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ അതിന്റെ റെപ്രസെന്റേഷനിലോ ഒന്നും ഒരു മാറ്റമില്ല എന്നത് കൂടി അതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്.
രണ്ട് ചോദ്യങ്ങൾ കൂടിയാണുള്ളത്. ഞാൻ അതുകൂടി വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ജബ്ബാർ മാഷിന്റെ യൂട്യൂബ് ഖുർആൻ ക്ലാസ്സുകളിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നത്. ആക്ഷേപമായിട്ടല്ല, ഉയർന്ന നിലവാരത്തിലുള്ള യുക്തിസഹമായ സംശയങ്ങളായാണ് മക്കാരുടെ ചോദ്യങ്ങളെ കാണുന്നത് എന്നാണ്. എന്നിട്ട് ആ മക്കാരുടെ ചോദ്യങ്ങളൊക്കെ എവിടെ പോയി? മക്കാരെവിടെ പോയി? ഇതാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കേണ്ടത്. മക്കയിലെ ആളുകൾ ഖുർആന്റെ അവതരണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് യുക്തിസഹമായ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് എന്നാണ് ജബ്ബാർ പറയുന്നത് എന്നാണ് നിങ്ങൾ സൂചിപ്പിച്ചത്. ജബ്ബാർ ഖുർആൻ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ യോഗ്യനായ ഒരാളല്ല, ഒന്നാമത്. രണ്ടാമത്, അയാള് ഇസ്ലാമിനോടും ഖുർആനോടും ശത്രുത പുലർത്തുന്ന ഒരാളാണ്. അയാള് യുക്തിവാദിയുമാണ്. ആ യുക്തിവാദം എന്നതിൽ പോലും സത്യസന്ധത കാണിക്കാത്ത ഒരാളാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അദ്ദേഹം ഓണസ്റ്റ് അല്ല, സത്യസന്ധത കാണിക്കുന്ന വാദങ്ങളില്, ന്യായങ്ങൾ പറയുന്നതിൽ ഒന്നും ഇന്റലക്ച്വൽ ഓണസ്റ്റി കാണിക്കുന്ന ഒരാളല്ല. ഇനി അദ്ദേഹം ഇത് വളരെ യുക്തിപരമായി നിലവാരമുള്ള ചോദ്യങ്ങളായിട്ടാണ് മക്കാർ ഉന്നയിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എന്നിട്ട് ആ യുക്തി നിലനിന്നോ? അതോ ആ ചോദ്യങ്ങൾ ഉന്നയിച്ചവരും അവരുടെ പിന്മുറക്കാരും ഒക്കെ പിന്നീട് ഈ ഖുർആൻ മുന്നോട്ട് വെച്ചതിന്റെ യുക്തിയാണോ പിന്നീട് ഫോളോ ചെയ്യുന്നവരായിട്ട് മാറിയിട്ടുള്ളത്? അന്ന് യുക്തിഭദ്രമായ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകളുടെ അനുയായികൾ എവിടെ പോയി? അവരാരും മക്കത്തില്ലല്ലോ. അവരൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു എന്നോ അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നോ സ്ഥാപിക്കുന്ന തെളിവുകളാണ് മക്കാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ കൺമുന്നിൽ ജീവിച്ച ഒരാള് എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് അവർക്കൊക്കെ അറിയാമായിരുന്നു എന്നതാണ് വസ്തുത. അവരാണ് അദ്ദേഹത്തിനെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് പിന്നിട്ട ഘട്ടത്തില് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളെ യുക്തിഭദ്രമായ തലത്തില് നേരിടാൻ മക്കയിലെ ആളുകൾക്ക് അതിനെ പല ആക്ഷേപങ്ങളും ഉന്നയിക്കുകയല്ലാത്ത വഴി ഉണ്ടായിരുന്നില്ല. ഒരിക്കലും അവര് പറഞ്ഞ അദ്ദേഹം കവിയാണ്, പിന്നീട് പറഞ്ഞത് അദ്ദേഹം ഭ്രാന്തനാണ്, വേറൊരിക്കലും പറയണ അദ്ദേഹം നിങ്ങളെ നേതാവാകാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച യുക്തിഭദ്രമായ ആശയങ്ങളെ നേരിടാൻ അവർക്ക് മക്കാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് അങ്ങനെ വായ കൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നു എന്നതല്ലാതെ ആ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകൾ തന്നെ പിൽക്കാലത്ത് ഈ വിശുദ്ധ ഖുർആന്റെ അനുയായികളായി മാറുകയാണ് ഉണ്ടായത് എന്നതാണ് വസ്തുത. അതല്ലാതെ ജിബ്രീലിനെ അവർക്ക് അവരുടെ കൺമുന്നിൽ ഹാജരാക്കുക എന്ന ഒരു വിഷയമാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അള്ളാഹിനെ തന്നെ അങ്ങ് ഹാജരാക്കിയ പോരെ. എന്തിനാ ഇപ്പൊ ജിബ്രീലിനെ ഹാജരാക്കുന്നത്? അദൃശ്യമായി ചില കാര്യങ്ങളുണ്ട് എന്നത് വിശ്വസിക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളുടെ ഭാഗമാണ്. അള്ളാഹുവിനെ ഭൂമുഖത്ത് മനുഷ്യരുടെ ഈ ജീവിതകാലത്ത് കാണാൻ സാധ്യമല്ല. മലക്കുകളുടെ കാര്യത്തിലും അവര് അദൃശ്യ ലോകത്തുള്ള ജീവികളാണ്. അള്ളാഹുവിന്റെ പല ദൗത്യങ്ങളും നിർവഹിക്കുന്ന ആളുകളാണ്. ഇതാണ് അവരുടെ സ്റ്റേറ്റസ്. അതുകൊണ്ട് അക്കാര്യത്തില് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നത് ബോധ്യപ്പെടാൻ അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഓരോ വിഷയത്തിലും അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിക്കൊണ്ടിരുന്നപ്പോ അത് മുഹമ്മദ് സ്വയം പറയുന്നവനാണ്, മുഹമ്മദ് സ്വയം പറയുകയാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? വഹിയില്ലാതെ ജിബ്രീൽ അങ്ങനെ നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അംഗീകരിക്കുകയല്ലാത്ത എന്ത് വഴിയാണ് അവരുടെ മുന്നിലുള്ളത്? അല്ലെങ്കിൽ ഇതൊക്കെ മുഹമ്മദ് സ്വന്തം പറഞ്ഞതാണ്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെ പറയേണ്ടി വരും. അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെ ആയിരുന്നില്ല എന്ന്. ഇതൊന്നും ഇവരുന്നയിച്ച ആരോപണങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജസീറത്തുൽ അറബില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുന്നവരായിട്ട് മക്കയിലോ പരിസരത്തോ ഒന്നും ആരും ഇല്ലാണ്ടായി. അതല്ലേ ചരിത്രം. അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക, അപ്പോൾ ബോധ്യപ്പെടും. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. ഇതുവരെ ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും ചോദ്യങ്ങളും ഒക്കെ
ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.